Hello children. Today we are going to learn an interesting topic, the story of food. I know all of us enjoy food. So let's learn what's the story behind it. We all know we get our food from plants and animals. പിന്നെ ഈ കഴിക്കുന്ന ഫുഡ് എന്താണ്, നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? It gives us energy, it helps in the growth of our body and also protects us from various diseases. പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നമുക്ക് വേണ്ട എനർജിയും നമ്മുടെ ഗ്രോത്തും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഫുഡാണ്. അപ്പോൾ ഈ പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കൊരു നല്ല ഈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് കഴിക്കുന്ന ഒരു രീതിയില്ലെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് us fall ill also. നമുക്ക് അസുഖം വരാനും നമ്മുടെ ഭക്ഷണ ശീലങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ രീതി അതിന് കാരണമാകാറുണ്ട്. പിന്നെ നമ്മുടെ റോൾ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഇൻ ബൈയിങ്, പ്രൊഡ്യൂസിങ് ആൻഡ് കുക്കിംഗ് ഫുഡ്, അതൊരു നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ഏത് ഫാമിലി മെമ്പേഴ്സ് ആണ് അത് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതും അതേപോലെ തന്നെ നമ്മൾക്കുള്ള വേണ്ട ഭക്ഷണം കുക്ക് ചെയ്യുന്നതും അതൊക്കെ ആരുടെയൊക്കെ റോളാണെന്നുള്ളതും നമുക്ക് അറിയാം. സോ ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. We know we get different types of food from plants and animals. We know about all these things as we have learned in our earlier lessons. From plants we get fruits, vegetables, cereals and down. പിന്നെ നമ്മൾ ഒരു പ്ലാന്റിന്റെ പല ഭാഗങ്ങളും കഴിക്കും അല്ലേ? ചിലത് റൂട്ടായിരിക്കും ഒരു പ്ലാന്റിന്റെ, ചിലത് ഒരു പ്ലാന്റിന്റെ സ്റ്റെം ആയിരിക്കും, പിന്നെ ചിലത് ലീവ്സോ ഫ്രൂട്ട്സോ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആയിരിക്കാം. സോ വി ഈറ്റ് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ്. പിന്നെ ചിലത് നമ്മൾ അങ്ങനെ തന്നെ പൊട്ടിച്ച് കുക്ക് ചെയ്യൊന്നും ചെയ്യാതെ അങ്ങനെ കഴിക്കും. പക്ഷെ വേറെ ചിലതോ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി from animals we get milk, egg, fish and meat. ഇതെല്ലാം കുക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. So these are the food items we get from plants and animals. See, these are the things we get from the plants: fruits, vegetables, cereals and dal, പിന്നെ grains. ഇതെല്ലാം നമ്മുടെ പ്ലാന്റ് പ്രോഡക്ട്സ് ആണ്. ഇനി ഇതോ, see there is fish, meat, egg and milk. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന എന്താ? These are animal products. Now let's see the three kinds of food we consume. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മുന്നത്തെ നമ്മൾ when we were in class 2 and all we have learned about different kinds of food. എന്താണ്? The first one is the energy giving food. We use energy for everything we do in our life. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എനർജി വേണം അല്ലേ? So from where we get this energy? എവിടുന്നാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്നാണ് നമുക്ക് ഈ എനർജി കിട്ടുക. സോ എന്തൊക്കെ ഫുഡ് എന്നാണ് നമുക്ക് എനർജി കിട്ടുന്ന ഫുഡ്? റൈസ്, പൊട്ടാറ്റോസ്, ബട്ടർ, ഷുഗർ, ഇതെല്ലാം നമുക്ക് എനർജി തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കല്ലേ? നമ്മൾ വല്ലാണ്ട് വർക്ക്ഔട്ട് ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കില്ലേ? ഇതെന്തിനാണ്? നമുക്ക് എനർജി തരാനാണ്. ഇനി അടുത്ത കൈൻഡ് ഓഫ് ഫുഡ് ഇസ് എ ബോഡി ബിൽഡിംഗ് ഫുഡ്. ഈ ബോഡി ബിൽഡിംഗ് ഫുഡ് എപ്പോഴും നമ്മുടെ ഗ്രോത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണമാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. എന്തൊക്കെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്? ഗ്രെയിൻസ്, പൾസസ്, പീസ്, മിൽക്ക്, എഗ്, പാല്, മുട്ട, അതേപോലെ ധാന്യങ്ങള്, അതേപോലെ പല പൾസസ്, ഇതെല്ലാം നമ്മുടെ ഒരു ബോഡി ബിൽഡിംഗ്, നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഈ ബോഡി ബിൽഡിംഗ് ഫുഡ്. അടുത്ത ഫുഡ് എന്താണ്? നമ്മള് എനർജി കിട്ടി, നമ്മള് ബോഡി ഗ്രോത്തും ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ അല്ലേ? സോ ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ഫുഡ് വിച്ച് ഇസ് ദ തേർഡ് കാറ്റഗറി. എന്താണ്? ദാറ്റ് മേക്സ് us healthy. നമുക്ക് അസുഖങ്ങൾ വരാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുഡാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. അതെന്തൊക്കെയാണ്?
ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതുകൊണ്ടാണ് നമ്മുടെ മുതിർന്നവരെല്ലാവരും പറയും ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി ഇൻ അവർ ഡയറ്റ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു ദിവസത്തെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലോണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് ബിക്കോസ് ഇറ്റ് പ്രൊട്ടക്ട്സ് us and it makes us healthy. Now, ഇനി ഒരു ഭക്ഷണങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ എന്ന് പറയുന്നത് എന്താണ്? വെജ് ഫുഡ് മാത്രം, മത്സ്യോ മാംസ ഭക്ഷണങ്ങള് എഗ് ഇതൊന്നും കഴിക്കില്ല. അവർ ഓൺലി ദ പ്രോഡക്ട്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ പ്ലാന്റ്സ്, ഈ വെജിറ്റബിൾ ആയിട്ടുള്ളതും അങ്ങനെയുള്ളതൊക്കെ കഴിക്കുള്ളൂ. പാലൊക്കെ കുടിക്കും. ആനിമൽസിൻ്റെ കഴിക്കുന്നത് ആ കൂടി പാല് മാത്രമാണ്. വേറെ പ്രോഡക്ട്സ് ഒന്നും അങ്ങനെ അവർ കൺസ്യൂം ചെയ്യില്ല. അവരെയാണ് നമ്മൾ വെജിറ്റേറിയൻ പറയുക. ആൻഡ് നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്, ഫിഷ് അതെല്ലാം, അതേപോലെ മീറ്റ് ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയാം. അപ്പൊ 2 തരമാണുള്ളത്, വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻ. ഇതിൽ വരുന്ന ഒരു തേർഡ് വെറൈറ്റി കൂടെ ഉണ്ട്, എഗ്റ്റേറിയൻ. എഗ്റ്റേറിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിക്കും. വെജിറ്റേറിയൻ കഴിഞ്ഞ് വെജിറ്റേറിയൻ അങ്ങോട്ട് പോകുന്നു, പക്ഷെ നോൺ വെജിറ്റേറിയനിൽ എത്തിയിട്ടില്ല. പക്ഷെ അവര് എഗ് കഴിക്കും, മുട്ട മാത്രം കഴിക്കും. വേറെ ഒന്നും അങ്ങനെ എന്താ പറയാ, ചിക്കൻ ആയാലും മീറ്റ് ആയാലും അല്ലെങ്കിൽ ഫിഷ് ഇതൊന്നും അവർ കഴിക്കില്ല. ബട്ട് ദേ ഈറ്റ് എഗ്, സോ ദേ ആർ കോൾഡ് എഗ്റ്റേറിയൻസ്. ഇനി as we discussed earlier, the role of family members. ഒരു ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ അതിന്റെ അത് മേടിച്ചു കൊണ്ടുവരുന്നതിലുള്ള ഓരോ ഫാമിലി മെമ്പേഴ്സിന്റെ റോള്. There are 2 different families അല്ലെ. വേണുവിന്റെ ഫാമിലി ഉണ്ട്, റാണീസ് ഫാമിലി ഉണ്ട് അല്ലെ. ഈ വേണുവിന്റെ ഫാമിലി മാത്രം നമുക്കിനി നോക്കാം. അതിലെന്താണ്? അമ്മ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ പണിയെടുക്കുന്ന സമയത്ത് അച്ഛനും കൂടെ പണിയെടുക്കുകയാണ് അല്ലെ. അതേപോലെ തന്നെ ദേ ഈറ്റ് ടുഗെദർ, അവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ്, ആ ഫാമിലി മെമ്പേഴ്സ് ആ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതും. അതേപോലെ ആ കുട്ടി കളിക്കുന്ന സമയത്ത് ദ ഫാമിലി മെമ്പേഴ്സ് സിറ്റ് ടുഗെദർ. ഇതാണ് വേണുവിന്റെ ഒരു ഫാമിലി അല്ലെ. പക്ഷെ ഇങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് പണിയെടുക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവരാം, അമ്മയായാലും അച്ഛനായാലും, അങ്ങനെ ഒരു രീതി എല്ലാ ഫാമിലീസിലും ഉണ്ടാവില്ല. ചില ഫാമിലീസിൽ എങ്ങനെയായിരിക്കും? സ്ത്രീകളാണ് കുക്ക് ചെയ്യുള്ളൂ, സ്ത്രീകൾ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ആണുങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയതിനു ശേഷം മാത്രമാണ് സ്ത്രീകൾ കഴിക്കുക. അതേപോലെ തന്നെ അവര് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരേണ്ടതും അതെല്ലാം സ്ത്രീകളുടെ ഒരു ഡ്യൂട്ടിയാണ്. അങ്ങനെ ഒരു വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതി കൊണ്ടുപോകുന്ന ഫാമിലീസും ഉണ്ട്. പക്ഷെ അതാണ് റാണിയുടെ ഫാമിലി കേട്ടോ. വേണുസ് ഫാമിലി is entirely different from റാണീസ് ഫാമിലി. വേണുവിന്റെ ഫാമിലിയിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് എല്ലാ പണികളിലും, ഭക്ഷണം മേടിക്കാനാണെങ്കിലും ഭക്ഷണം മേടിച്ചു അതിന്റെ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാനാണെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലും ഓൾ ഫാമിലീസ് ആർ ടുഗദർ. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ റാണീസ് ഫാമിലി ഇറ്റ് ഈസ് സീൻ ദാറ്റ് അവിടെ സ്ത്രീകളുടെ ഒരു റോളാണ് അല്ലെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. സ്ത്രീകൾ എല്ലാ പണിയും ചെയ്യണം, സ്ത്രീകൾ എല്ലാവരും ഭക്ഷണം വിളമ്പുക അതൊക്കെ ചെയ്ത് അവസാനം അവർ സ്വയം വിളമ്പി ആണുങ്ങൾ എല്ലാവരും വീട്ടിൽ കഴിച്ചു പോയതിനു ശേഷം മാത്രം സ്ത്രീകൾ കഴിക്കുക. അങ്ങനെയുള്ള രീതികളാണ്. ആൻഡ് ടു ദി ഫാഗറ്റ് നമുക്ക് കാണാം, അമ്മയും മകളും സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൊണ്ട് വരുമ്പോൾ ഫാദർ ഈസ് സിറ്റിംഗ് ആൻഡ് റീഡിംഗ് ദി ന്യൂസ് പേപ്പർ. ഇങ്ങനെ ഒരു രീതിയും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഇഫ് വി ക്യാൻ ഡു സംതിങ് ടു ഹെൽപ്പ് അവർ ഫാമിലി മെമ്പേഴ്സ്. ആണായാലും പെണ്ണായാലും നമുക്ക് ഒരേപോലെ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാനും കുക്ക് ചെയ്യാനും വീട്ടിലെ പണികൾ ചെയ്യാനും എല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും ഒരുമിച്ച് അവരുടെ ഒരു റോള് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ദ ബെസ്റ്റ്. ഇനി ഫുഡ് പ്രോഡക്ട്സ് എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അറിയാം, നമുക്ക് ഈ ഭക്ഷണങ്ങൾ ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരാൻ പറ്റും അല്ലേ. സോ ഈ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനുള്ള പല ചികിത്സയ്ക്കുമുള്ള മെഡിസിൻ അങ്ങനെയുള്ളത് നമുക്ക് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ജസ്റ്റ് ലൈക്ക് തുളസി, നീം, ടർമറിക്
അതേപോലെ ഗാർലിക് അറിയില്ലേ, വെളുത്തുള്ളി, ദെൻ ടെർമറിക് പറഞ്ഞ മഞ്ഞൾ, പിന്നെ തുളസി, നീമൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇതെല്ലാം കഴിക്കാൻ, ഇതൊക്കെ മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും പൊട്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ദീസ് മെഡിസിൻസ് ഫ്രം പ്ലാന്റ് ആൻഡ് അപ്ലൈ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കൊണ്ടുള്ള എന്ത് ഒരു ഗ്യാസ് ട്രബിൾ ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയറുവേദനയാണെങ്കിലും വി ഹാവ് മെഡിസിൻസ് ഫ്രം പ്ലാന്റ്സ്. And the most important thing is that we should never waste food. നമ്മൾ ഭക്ഷണം വേണ്ടത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, വേണ്ടത് മാത്രമേ നമ്മൾ അത് കഴിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാത്രമേ എടുത്ത് നമ്മൾ കഴിക്കാം. അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കറിയോ, നമ്മുടെ ചുറ്റും നമ്മൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും വേസ്റ്റ് ആക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ചുറ്റും കുട്ടികളുണ്ട്. ഒരു 5 സെക്കൻഡ്സില് ഭക്ഷണം കിട്ടാതെ വിശപ്പ് മൂലം മരിക്കുന്ന കുട്ടിയുണ്ട്. അങ്ങനെ ഓരോ അത്രയും 5 സെക്കൻഡ്സില് ലോകത്തെ പല ഭാഗങ്ങളിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ മരിച്ചു വീഴുന്ന കുഞ്ഞു മക്കളുണ്ട്. സോ വി ഷുഡ് നെവർ വേസ്റ്റ് ഫുഡ്. നമുക്ക് വേണ്ട ഭക്ഷണം മാത്രം എടുത്ത് നമ്മൾ അത് കഴിക്കുക. ആ എടുക്കുന്ന ഭക്ഷണം വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി ഈറ്റ് ഇറ്റ് ഇൻ ദ ഫുഡ്. നമ്മൾ ഭക്ഷണം ഫുള്ള് കഴിക്കും, അത് വേസ്റ്റ് ആണ്. നോട്ട് ഒരു സിംഗിൾ ഗ്രെയിൻ പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ചില ആൾക്കാർ കാണാം അല്ലെ, വെറുതെ എടുക്കും. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നി ഒക്കെ എടുക്കും. എന്നിട്ട് എന്താ, നമ്മൾ അവസാനം കഴിക്കാണ്ട് നമ്മൾ കൊണ്ട് അത് ഡംപ് ചെയ്ത് കളയും അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വേണ്ടത് മാത്രം കൺസ്യൂം ചെയ്യാം. നെവർ വേസ്റ്റ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, a child dies every 5 seconds as a result of hunger. ഭക്ഷണം കിട്ടാതെ വിശപ്പ് കാരണം ഓരോ 5 സെക്കൻഡിലും ഒരു കുഞ്ഞ് ലോകത്ത് എവിടെയോ മരിച്ചു വീഴുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ഫുഡ്. So dear children, always remember you have to love food but not wasting the food. So with this, bye bye, take care.